വെൽക്കം ബാക്ക് ട്രാവൻകൂർ സിനിമാസ്. ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് പറയാൻ പോകുന്നത് ശങ്കർ ബ്രഹ്മാണ്ഡ സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഗെയിം ചേഞ്ചർ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ചിത്രം ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു സൂപ്പർ സ്റ്റാർ ആയ രാം ചരൺ തേജ എന്ന നായകന്റെ ഡേറ്റ് കിട്ടിയിട്ട് പോലും ശങ്കർ എന്ന ഡയറക്ടറിന് ലേശം പോലും അപ്ഡേഷൻ ആവാൻ പറ്റിയിട്ടില്ല എന്ന് ഈ ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഇടയ്ക്കിറങ്ങിയ ഇന്ത്യൻ 2 എന്ന സിനിമയെക്കാളും വലിയ തരക്കേടില്ലാത്ത ഒരു ചിത്രമാണ്. ചിത്രം ആവറേജ് രീതിയിൽ മാത്രമേ സിനിമയെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഇറക്കാൻ പറ്റിയ ഒരു സിനിമയാണോ ഗെയിം ചേഞ്ചർ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം ഒട്ടും തന്നെ അപ്ഡേറ്റ് അല്ല എന്നത് ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 75 കോടിയൊക്കെയാണ്. ഇത്രയും പൈസയ്ക്ക് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോയി പാടിക്കളയുന്നതെന്ന് അദ്ദേഹത്തിന് മാത്രമേ ഒരു ഐഡിയ കാണത്തുള്ളൂ. നല്ലൊരു അടിത്തറയുള്ള കഥയാണെങ്കിൽ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മോശം സെലക്ഷൻ എന്ന് തന്നെ വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമൻ ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും മോശമായ മ്യൂസിക് കോമ്പിനേഷൻ ആണ് ഈ ഒരു സിനിമയിൽ അദ്ദേഹം നമുക്കായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആറ് ബോറൻ പരിപാടിയാണ്. ഈ ഒരു സിനിമ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 2.5 മണിക്കൂർ ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു സിനിമ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.